വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷാ ചെയർമാൻ കൂടിയായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാരെ വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി വിളിച്ചു ചേർത്തിട്ടുള്ള പത്രസമ്മേളനത്തിനാണ് ഇപ്പോൾ നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിഷയസംബന്ധമായ കാര്യങ്ങൾ ഇവിടെ പറയും. വിദ്യാഭ്യാസ ബോർഡ് 1951 സംസ്ഥയുടെ പ്രഥമ പോഷകരമായിട്ടുള്ള സംസ്ഥയുടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകിയിട്ടുള്ളത്. 75 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ലോകോത്തര മാതൃക എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ സംസ്ഥയുടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും അത് മുക്തങ്ങളുടെ പ്രശംസിക്കപ്പെട്ടതാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ സംവിധാനമാണ് പരീക്ഷാ സിസ്റ്റം. അക്കാദമിക സമൂഹം എല്ലാ വർഷവും നമ്മൾ പറയാറുണ്ട്. അക്കാദമിക സമൂഹം പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി തലത്തിൽ സർക്കാർ തലത്തിലൊക്കെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ സംസ്ഥാന ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷാ സിസ്റ്റം നേരിട്ട് പഠിക്കാനും അന്വേഷിക്കാനും ഇത് എങ്ങനെ കുറ്റമറ്റ രീതിയിൽ ഈ സംവിധാനം മുമ്പോട്ട് പോകുന്നു, യാതൊരുവിധ അപാകതമില്ലാതെ പഴുതടച്ച രീതിയിൽ എങ്ങനെ ഇത് പോകുന്നു, ലക്ഷക്കണക്കിന് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു, കൃത്യസമയത്തിൽ പരീക്ഷാ റിസൾട്ട് വരുന്നു, പരീക്ഷാ നടപടികൾ വളരെ സുതാര്യവും എന്നാൽ വളരെ മാതൃകാപരമായ രീതിയിലാവുന്നു, എന്താണ് ഇതിന്റെ രഹസ്യം എന്നതിനെ സംബന്ധിച്ച് പഠനം നടത്താൻ വേണ്ടി പലരും വരാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ തന്നെ വളരെ മാതൃകാവുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷാ സിസ്റ്റവും മൂല്യനിർണ്ണയവും ടാബുലേഷനും ഫലപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ സംവിധാനത്തെ പോലെ തന്നെ അനുസായി കൂടുതൽ കാര്യങ്ങളൊക്കെ പറയും. എല്ലാവരെയും ആദരവ് സ്വാഗതം ചെയ്യുന്നു. ഉസ്താദി കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊക്കെ വിവിധ ധാരാളം സ്റ്റേറ്റുകൾ, ഇന്ത്യ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും പ്രത്യേകമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. സമസ്തയുടെ 16ഓളം വരുന്ന കീഴ്ഘടകങ്ങളിൽ സുപ്രധാനമായതും ഏറ്റവും ആദ്യം രൂപീകരിക്കപ്പെട്ടതുമായ കീഴ്ഘടകമാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ പ്രവർത്തനം തന്നെയാണ്. വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ധാർമ്മിക വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട്, ധാർമ്മിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസം എന്നും പറയും. ഈ മതവിദ്യാഭ്യാസവും ധാർമ്മിക വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും രണ്ടും വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെ മതവിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് തന്നെ വളരെ മാതൃകയില്ലാത്തതെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട, എല്ലാവരും വളരെ പ്രശംസിച്ചിട്ടുള്ള പ്രവർത്തനമാണ് വിദ്യാഭ്യാസ രംഗത്ത്, മതവിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കാഴ്ചവെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ കേരളം, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, തെലങ്കാന, ഉത്തർപ്രദേശ് കൂടാതെ അന്തമാൻ, ലക്ഷദ്വീപ് വരെയുള്ള ലക്ഷദ്വീപ് സമൂഹങ്ങളിൽ സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മദ്രസ.
സമസ്തയുടെ സമസ്ത അംഗീകരിച്ച മദ്രസകളുടെ സമസ്ത അംഗീകരിച്ച മദ്രസകളുടെ എണ്ണം 1948 ബാങ്ക് കഴിഞ്ഞുണ്ട്. പിന്നെ ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങൾ സ്റ്റേറ്റുകൾ പറഞ്ഞല്ലോ. പിന്നെ അതേപ്രകാരം തന്നെ വിദേശ നാടുകളിൽ UAE, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, മലേഷ്യ എന്നീ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മദ്രസ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് ഓൺലൈനായിട്ടുള്ള പിന്നെ നമ്മളുടെ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം 11,49,275. അധ്യാപകരുടെ എണ്ണം 1,02,969. പിന്നെ നമ്മളുടെ മദ്രസ പഠനം പ്രീ പ്രൈമറി മുതൽക്ക് +2 വരെ മദ്രസ പഠനം, അത് 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ്, 12ാം ക്ലാസ്സിലൊക്കെയാണ് പൊതുപരീക്ഷ നടക്കുന്നത്. പിന്നെ ഈ മദ്രസ സംവിധാനത്തിൻ്റെ പുറമെ പുതിയ പഠിത്തമായി തുടങ്ങിയതാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ തുടങ്ങിയിട്ടുള്ള ഫാദില 5 കൊല്ലത്തെ കോഴ്സാണ്. 2 കൊല്ലം കൊണ്ട് ഒരു +2 ഭൗതികമായി പഠിക്കുന്ന സമയത്ത് ഫാദില ബിരുദം നൽകപ്പെടും. അതിൻ്റെ ശേഷം ഡിഗ്രി ഭൗതികമായി അവർ ഡിഗ്രി കരസ്ഥമാക്കുന്നതോടുകൂടെ തന്നെ ഒരു 3 വർഷം കൂടി പഠിച്ചാൽ ഫാദില ബിരുദം നൽകപ്പെടും. അങ്ങനെ 5 വർഷത്തെ കോഴ്സാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അതേപ്രകാരം തന്നെ ഇപ്പോൾ പുതുതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് SNEC, പുതിയ വിദ്യാഭ്യാസ സംവിധാനം. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും പ്രത്യേക സിലബസ് അനുസരിച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ മദ്രസ സംവിധാനം ഓൺലൈനായിട്ടുള്ള മദ്രസ സംവിധാനമാണ്. അതിപ്പോൾ നമ്മളുടെ വിദേശ രാജ്യങ്ങളിൽ നമ്മൾക്ക് അവിടെ മദ്രസ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ നടത്താനോ കഴിയാത്ത, എത്തിപ്പെടാൻ കഴിയാത്ത ലോകത്തിൻ്റെ ഏത് മുക്കുമൂലകളിലും സമസ്തയുടെ ഈ വിദ്യാഭ്യാസം രീതി അവർക്ക് എത്തിപ്പെടാനുള്ള സംവിധാനമാണ് ഓൺലൈനായിട്ടുള്ള. അത് എവിടെയുള്ള കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് അത് വലിയ ഒരു സംവിധാനമായിട്ടുണ്ട്, അടുത്ത് തുടങ്ങിയതാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പരീക്ഷ അതൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അതിൽ വിശദമായിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കിയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സേവനമാണ് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ആകെ കുട്ടികൾ 2,68,921. പരീക്ഷ എഴുതിയത് 2,65,395. വിജയിച്ചവർ 2,60,256. വിജയ ശതമാനം 98.06. ടോപ്ലസ് നേടിയവർ 8,304. ഡിസ്റ്റൻഷൻ 57,105. ഫസ്റ്റ് ക്ലാസ് 89,166. സെക്കൻഡ് ക്ലാസ് 38,539. തേർഡ് ക്ലാസ് 67,142. ആകെ സെൻറ്ററുകളുടെ എണ്ണം 7,786. പരീക്ഷയ്ക്ക് ഡ്യൂട്ടിക്ക് നിയോഗിച്ച സൂപ്പർവൈസർമാർ 11,272. സൂപ്രണ്ടുമാർ 157. 100% വിജയം കൈവരിച്ച മദ്രസകൾ: 5ാം ക്ലാസ് 2,542, 7ാം ക്ലാസ് 3,144, 10ാം ക്ലാസ് 1,282, +2 ക്ലാസ് 180.
പരീക്ഷാ തീയതി 2025 ഏപ്രിൽ 13 ഞായർ. പരീക്ഷയ്ക്കും പുനർമൂല്യനിർണ്ണയത്തിനും 2025 മാർച്ച് 18 മുതൽ 25 വരെ മദ്രസ ലോഗിൻ ചെയ്ത് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അറിവും പ്രവർത്തനവും രണ്ടാണല്ലോ. ഇൽമും അത് പ്രകാരമുള്ള അമല്, അതായത് പ്രവൃത്തി, അത് രണ്ടും രണ്ടാണ്. അറിവുണ്ടായ എല്ലാവർക്കും സന്മാർഗം ലഭിക്കണമെന്നില്ല. പിന്നെ പറഞ്ഞ മാതിരി അത്രമാത്രമൊന്നുമില്ല. അറിവുണ്ടായത് കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവില്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു തൗഫീഖും കൂടി വേണം. അതാണ് പറഞ്ഞത്. അറിവുള്ളവരൊക്കെ ഇബ്ലീസിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. ഇബ്ലീസിനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ കേട്ടിട്ടുണ്ടോ? വലിയ പണ്ഡിതനായിരുന്നു, പക്ഷെ അയാൾ വഴിതെറ്റി പോയില്ലേ? അപ്പോൾ അറിവുള്ള പലരും അങ്ങനെ പഴച്ചു പോയിട്ടുണ്ട്. അറിവുള്ളവർ ആരും പഴച്ചു പോകില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ നിങ്ങൾ പിന്നെ സാഹചര്യം, നമ്മുടെ സാഹചര്യം ശുദ്ധീകരിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കണം. സാഹചര്യം വളരെ മോശമായിട്ടുണ്ട്. മദ്രസ കേന്ദ്രീകരിച്ച് മാത്രം പോരാ. എവിടെയൊക്കെ ഏതൊക്കെ മേഖലയിലാണ് ബോധവൽക്കരണം നടത്താൻ നമ്മൾക്ക് സാധിക്കാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും വെറുതെ ഇരുന്നാൽ പറ്റൂല. നമ്മളെല്ലാവരും പരമാവധി നമ്മൾ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാ കഴിവുകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിനേക്കാൾ മോശമായ കാലം വരൂലെന്നൊന്നും പറയുന്നില്ല. എങ്കിലും ഇപ്പൊ ബോധവൽക്കരണം വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാലമാണ്. ജോലി സാധ്യതകളുണ്ട്. അല്ലാത്ത തത്തുല്യമായ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് ജോലിക്ക് നിൽക്കാൻ സാധിക്കും. വിഷയമല്ല, അതൊന്നും ഇപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമൊന്നുമില്ല. ചോദിക്കപ്പെട്ട ആളേക്കാൾ കൂടുതൽ ചോദിച്ച ആൾക്ക് വിവരമുണ്ട്. അങ്ങനത്തെ വിഷയമാണ്. അങ്ങനെ ഒരു മറുപടി ഉണ്ടല്ലോ. മോദില കോഴ്സ് എന്നോ തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ചത് വേറൊന്നായിരിക്കും, പക്ഷെ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയായിരുന്നു മാത്രം. നിങ്ങൾ അതെന്തോ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. മോദില കോഴ്സ് എന്നോ തുടങ്ങിയിട്ടുള്ളതാണ്. ശരിയത്ത് നിയമങ്ങളിൽ പുരുഷ കേന്ദ്രീകൃത നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അവരോട് ചോദിച്ചാൽ മതി എന്താ ഒരു വിശദീകരണം. നമ്മളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ത് സ്വത്തവകാശത്തില് പകുതി ഉണ്ടല്ലോ, പുരുഷന്റെ പകുതി ഉണ്ടല്ലോ. അപ്പൊ എത്രമാത്രം അവരെ ഇസ്ലാം ആദരിച്ചു. അവർക്കൊരു ചെലവില്ല. അവരുടെ ആജീവനാന്ത ചെലവ്, ഒരു വിവാഹത്തോടു കൂടെ ആജീവനാന്ത ചെലവ് ഏറ്റെടുക്കുന്നത് പുരുഷനാണ്. എന്നിട്ടും സ്വത്തിന്റെ പകുതി അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ എത്രമാത്രം അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. അവർക്ക് പകുതി മാത്രമേ നേരത്തെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കി ജീവിതം ജീവിക്കാൻ പറ്റും. അവർക്ക് യുദ്ധകാല ചെലവ് കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറമെ പിന്നെ അവര് വിവാഹിതരാവണ്ടെന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? അവരിപ്പോ വിവാഹമോചിത ആയിട്ടുണ്ടെങ്കിൽ വിവാഹമോചിതയായ സ്ത്രീ വീണ്ടും വിവാഹിതയാകാണല്ലോ. അപ്പൊ അത് മെച്ചപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ജനറലായിട്ടൊരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ജനറലായിട്ടൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതിൽ നിന്ന് ഒഴിവുണ്ടാകും. അതാരും പരിഗണിക്കലില്ല.
ഉം? CAC വിഷയ തീർമാനമാണ്. അങ്ങനെ ഒരു വിഷയമില്ല. എങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. അതേപോലെ ഇവരെ ഇത്യാപനം ഇങ്ങനെ നമ്മള് ഏറ്റവും ശ്രേഷ്ഠത ഒരാള് അവന്റെ സ്വത്തിന്റെ സർക്കാസ് അവൻ തന്നെ കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ബാക്കിയുള്ളവർക്ക് പിന്നെ അതിന്റെ വിശദീകരണത്തോടുകൂടെ പറയുന്നു.